ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണമല്ലോ. നമ്മുടെ അർജുനായെങ്കിൽ, കാരണം പോലീസുകാരെ ഭീഷണിപ്പെടുത്തി അവസാനം കോടതി ജാമ്യം റദ്ദാക്കുന്നു, മുൻകൂർ ജാമ്യം റദ്ദാക്കുന്നു. അവസാനം ഫേസ്ബുക്ക് പോസ്റ്റിൽ കഠോരമായിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ ഇങ്ങനെ എഴുതിയിടുന്നുണ്ട്. അർജുനായെങ്കിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ, കേരള പോലീസ് പിടിക്കുമോ? രാവിലെ ഈ അർജുനായെങ്കിൽ എന്നൊന്നും പറയരുത്, ആയെങ്കിൽ സാർ എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല. പോലീസുകാർ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കാത്തതിൽ വലിയ അമർഷമുള്ള വ്യക്തിയാണ് അർജുനായെങ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം, നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ വെല്ലുവിളി ആർക്കെങ്കിലും ഇതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ചെയ്തതെന്ന് തോന്നും. പക്ഷെ അത് മെസ്സേജ് ആയിട്ടാണ് അയച്ചത്, ഞാനിവിടെ ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് പിടിച്ചു എന്നൊക്കെ. ശരിക്കും ഇവരൊക്കെ എന്താണ് ചിന്തിക്കുന്നത്? അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്താധാരകളെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തിന്റെ ധൈര്യത്തിലായിരിക്കും ഇങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ പിടിക്കടാ എന്നൊക്കെ പറഞ്ഞത്? സ്വയം സ്വാതന്ത്ര്യ സമരത്തിന് പോയതാണെന്നൊരു ചിന്തയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാവുമായിരിക്കും. അർജുനായെങ്കിൽ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ മന്ത്രിസഭ മാറിയതൊന്നും. കാരണം അദ്ദേഹം കാട്ടിലായിരുന്നല്ലോ, വനവാസത്തിലായിരുന്നല്ലോ. അതെ, ഈ ഒളിവ് കഴിയുന്ന സ്ഥലത്ത് ടിവിയോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്റർനെറ്റ് കണക്ഷൻ എന്തായാലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു മനസ്സിൽ പിണറായി വിജയന്റെ സഖാക്കൾ തന്നെയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിലുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരും ചോദിക്കാനും പറയാനും വരത്തില്ല. ഇനി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായത് അറിയാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതിനുള്ള സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പൊ ഈ പുറത്തുള്ള ആൾക്കാരെല്ലാം അംഗീകരിച്ചു എന്നാണ് രാഹുൽ വിചാരിക്കുന്നത്. ഞങ്ങൾ ഇപ്പോഴും തോറ്റിട്ടില്ല, 35 സീറ്റിലേക്ക് ചുരുങ്ങിയത് ഒരു തോൽവിയല്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്ന് അതിന്റെ തലപ്പത്ത് ആണ് താൻ ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയൊക്കെയല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. പാർട്ടി എന്നാൽ അദ്ദേഹമാണെന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അതിന്റെ അടിയിലേക്ക് വരുന്ന കമന്റുകൾ കാണുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു തടിപ്പ് വരും. ഇൻകുലാബ് സിന്ദാബാദ്, കോമറേഡ്. അപ്പോൾ അത്തരത്തിലുള്ള കമന്റുകളാണ് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിൽ. എന്താണ് പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ, ഞാനിതാ വനവാസത്തിന് പോകാൻ പോകുന്നു. ഈ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ടാണ് ശരിക്കും ലൈക്ക് ജോക്സ് അപ്പാർട്ട്, ഈ വ്യക്തികൾക്ക് ഈ പറഞ്ഞ ഒരു, നമുക്കറിയാം വളരെ അഗ്രസീവായിട്ടുള്ള ഒരു സമാധാനം എന്തെന്നറിയാത്തൊരു മനുഷ്യൻ, ഐ മീൻ ചുറ്റുമുള്ളവർക്ക് സമാധാനം കൊടുക്കാത്തൊരു വ്യക്തിയെ എങ്ങനെയാണ് കുറേ അധികം ആൾക്കാർക്ക് ആരാധിക്കാൻ പറ്റുന്നത് എന്നാണ് തോന്നിപ്പോകുന്നത്. ഈ ആയെങ്കി ഫാൻസ് ഉണ്ട്, ആയെങ്കി ഫാൻസ് അസോസിയേഷൻ വരെ ചിലപ്പോൾ കാണുമായിരിക്കും. അദ്ദേഹം ഈ കാണിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം എന്തോ വലിയ വീരകൃത്യമാണെന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അതിനിടയിലാണ് നമ്മളും ജീവിക്കുന്നത്. നമ്മൾ അങ്ങനെ അവരെ പോലെ ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നതിൽ അഭിമാനിക്കേണ്ട പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയാണ് ഈ അർജുനായെങ്കി ആണെങ്കിലും ആകാശ് തില്ലങ്കേരി ആണെങ്കിലും ഇവരെ എല്ലാം ഉപയോഗപ്പെടുത്തുകയായിരുന്നു പാർട്ടി ചെയ്തത്. ചെറിയ പ്രായത്തിൽ തന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അടിക്കാനും ഇടിക്കാനും പാർട്ടി പറയുന്നത് എന്തും കേൾക്കാനും തയ്യാറായി പാർട്ടിക്ക് വേണ്ടി ജീവൻ പോലും പണയം വെച്ചിരുന്ന ആളുകൾ. ഇവരെല്ലാം പാർട്ടി ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുകയായിരുന്നു. ഉപയോഗശേഷം ഇവർ പിന്നീട് പാർട്ടിക്കപ്പുറത്തേക്ക് ഒരു കോക്കസുകൾ ഉണ്ടാക്കുന്നു. ആ കോക്കസുകൾ സ്വന്തമായി വളരുന്നു. പിന്നീട് സ്വന്തമായിട്ടാണ് വളരുന്നത്. പിന്നീട് എന്നാലും ഈ അർജുനായെങ്കിയെ പോലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ആകാശ് തില്ലങ്കേരിയെ പോലുള്ള ആളുകൾക്ക് പുറത്തു നിന്നും ഈ സഖാക്കളുടെ വലിയ രീതിയിലുള്ള, ഈ ആകാശ് തില്ലങ്കേരിക്കൊക്കെ തില്ലങ്കേരി കൂട്ടം അല്ലെങ്കിൽ തില്ലങ്കേരി ഗ്രാമം അങ്ങനെ എന്തൊക്കെയൊക്കെ പേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പേജുകളിലൂടെ ഇവർ വലിയ പോസ്റ്റുകൾ, കാരണമണ്ടയിലിരുന്ന് കൊടി പിടിക്കുന്നതും ചുമന്ന കളറിലുള്ള മുണ്ട് കൊടുത്ത് ചുമന്ന കളറിലുള്ള ഷർട്ടും ധരിച്ച്, അല്ലെങ്കിൽ വെള്ള ടീഷർട്ടും ധരിച്ച് പോസ്റ്റ് ഇടുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് വന്നിരുന്ന് ഇവരെന്തോ മഹാസംഭവമാണ് എന്ന് കരുതുന്ന മറ്റൊരു പറ്റം സഖാക്കളുണ്ട്. ഇവർ ചെയ്യുന്നതാണ് വീരകൃത്യം, ഇവർ ചെയ്യുന്നതാണ് വിപ്ലവം, ഇവരാണ് വിപ്ലവം തീർക്കുന്ന യഥാർത്ഥ സഖാക്കൾ എന്ന് ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളാണ് ഇവർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ പാർട്ടി ഇവരെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം, ആകാശ് തില്ലങ്കേരിയൊക്കെ പാർട്ടിയെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ ആകാശ് തില്ലങ്കേരിയാണോ പാർട്ടി എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് ഇവരെ എല്ലാം തള്ളിക്കളഞ്ഞാണ്. പക്ഷെ ഇവരിപ്പോഴും ആ പാർട്ടിയുടെ പ്രിവിലേജിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പറഞ്ഞതുപോലെ വിമർശനങ്ങൾ ഉന്നയിച്ചത് കൊണ്ടോ സ്വന്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടോ അല്ല പാർട്ടി ഇവരെ തള്ളിക്കളഞ്ഞത് എന്നാണ്. ഇവർക്കെല്ലാം ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് എന്നുള്ള തോന്നലിൽ തന്നെയാണ്. ഇപ്പോൾ CPM എന്ന പാർട്ടിയുടെ പല കാര്യങ്ങളും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് CPM-നുള്ളിലെ വലിയ മെയിൻ ഈ പറഞ്ഞ
കോക്കസ് ഗ്രൂപ്പ് തള്ളിക്കളയാൻ അല്ലെങ്കിൽ തല്ലിക്കെടുത്താനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ ഇവർ തനിക്ക് മുകളിൽ വളരുമോ എന്നുള്ള തോട്ടിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അല്ലാതെ വിമർശനങ്ങൾ അടിച്ചമർത്താൻ അറിയാത്ത പാർട്ടിയാണോ ഈ പറഞ്ഞ CPM എന്ന് പറയുന്നത്? അപ്പോൾ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ ഇവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, അതെ, അത് നമ്മൾ ഭയപ്പെടേണ്ടതാണ്. ഇവരെന്താണ് ചെയ്യുന്നത്? വലിയ രീതിയിൽ പോലീസിനെ പോലും ഭയപ്പെടുന്ന രീതിയിൽ ഇവർ കൃത്യമായി അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ അർജുനായിയെ അവസാനം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നതിനാണ് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കണ്ടതാണ്. കരിപ്പൂര് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ആ പേരുകളുടെ അവസാനം അർജുനായിലേക്ക് വന്നെത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്രിമിനൽ സംഘത്തെ ഇത്രയേറെ പ്രിവിലേജ് കൊടുത്തുകൊണ്ട് ആ പാർട്ടിയിലുള്ള ആളുകൾ എങ്ങനെയാണ് ഇവരെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്നത് എന്നൊരു ചോദ്യമില്ലേ? അതെ, ഇപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ ഒരു ഭയം എന്നൊരു ഫാക്ടർ ഉണ്ടാവില്ലേ? ഇപ്പോൾ സ്വന്തം പാർട്ടി ഉൾപ്പെടുന്ന മുന്നണി ഭരിക്കുന്ന ഒരു കാലത്ത് നിന്ന് പുറത്തേക്ക് വന്നു. ഇപ്പോൾ UDF ആണ് സർക്കാർ രൂപീകരിച്ച് സർക്കാർ ഭരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ്, നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. അപ്പോഴെങ്കിലും എതിർ പാർട്ടിയിലെ ആൾക്കാരാണ്, നമുക്ക് പണിതരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നലെങ്കിലും അവിടെ ഉണ്ടാകും. പക്ഷെ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ വെല്ലുവിളി ശബ്ദം ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ടാവുക? അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് കൊടുക്കുന്നത് പാർട്ടിക്ക് പുറമേയുള്ള, പാർട്ടിക്ക് അതീതരായി നിൽക്കുന്ന ഈ പറഞ്ഞ നേതാക്കളാണോ? അവർക്ക് അതിൽ നിന്ന് എന്താണ് തിരിച്ചു ലഭിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. അല്ല, ഇതിനകത്തേക്ക് പോയി വരൂ സഖാവേ, പോയി വരൂ കോമറേഡ് എന്ന് പറഞ്ഞ് ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള സഖാക്കന്മാരാണ് ഇവരെ വളർത്തിയതും ഇവരെ ഈ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചതും. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഈ പാർട്ടിക്കുള്ളിലുണ്ട്. പാർട്ടി ഗുണ്ടകളായിട്ട് മാറുന്ന, പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ കെൽപ്പുള്ളവരായിട്ട് മാറുന്ന ആളുകൾ ഇവരെ യഥാർത്ഥത്തിൽ പാർട്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു നേതാവിനെ അല്ലെങ്കിൽ ഓരോ ആളുകളെയും വളർത്തുന്നതിൽ ഈ സംഘടനാ സംവിധാനത്തിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരാളെ വാർത്തെടുക്കുന്നത്, അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്, ഒരുപാട് ശക്തരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവരെല്ലാവരും കൂടെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളിലും മുൻപന്തിയിൽ വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഗുണ്ടകളായിട്ട് മാറ്റുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡ്രഗ്സ് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ, അങ്ങനെ പണം കണ്ടെത്താനുള്ള ചില ആളുകളായിട്ട് മാറുന്നൊരു സാഹചര്യം. ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ സുധാകരൻ ഏറ്റവും കൂടുതലും പറഞ്ഞൊരു കാര്യം എന്താണ്? ആലപ്പുഴയിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള കോക്കസുകളാണ്, മാഫിയകളാണ്. മണൽ മാഫിയ തൊട്ട് ലഹരി മാഫിയ വരെയാണ് ആലപ്പുഴയിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചത് എങ്ങനെയാണ്? ഇപ്പോൾ പി കെ ശശി ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പാർട്ടി വിട്ട് വന്നതിന് ശേഷമാണ് പറയുന്നത് എറണാകുളത്തു നിന്നുള്ളൊരു സഖാവാണ്, നേരെ പോലും നിൽക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിലേക്ക് തന്നെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു വിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഈ പാർട്ടി എതിർക്കാത്തത്? ഒരു വാക്കുകൊണ്ട് പോലും പാർട്ടി അങ്ങനെയല്ല, ഇതിൻ്റെ കാരണങ്ങൾ മറ്റൊന്നാണ് എന്ന് പറയാൻ കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ പ്രഥമ ദൃഷ്ടിയാൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ബേസിക്കലി ഈ പറഞ്ഞ വ്യക്തികളെ എല്ലാം വ്യക്തി കേന്ദ്രിതമായി ഇവരെല്ലാം മാറി നിൽക്കട്ടെ എന്നുള്ളൊരു ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാതെ തന്നെയാണ് CPM-ന്റെ ഏറ്റവും വലിയ പതനത്തിന് കാരണം. ഇവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവർ ഞങ്ങളുടെ പാർട്ടിയിലില്ല, ഇവർ പാർട്ടിക്കാരല്ല. അതിൽ തീരാവുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആലോചിക്കുകയാണെങ്കിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ പറഞ്ഞ പത്മകുമാറിനെ അന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ തീരാവുന്ന വലിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു, അതവിടെ തീർക്കാമായിരുന്നു. അതിനുശേഷവും പല സംഭവങ്ങളിലായി ഈ പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അന്വേഷണ വിധേയമായെങ്കിലും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു നിലപാടെടുക്കാൻ പാർട്ടിക്ക് പരാജയം സംഭവിക്കുന്നുണ്ട്. അല്ല, പാർട്ടിക്ക് ഭയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അർജുനായിക്കെതിരെ യഥാർത്ഥത്തിൽ കണ്ണൂർ DYFIയുടെ നേതൃത്വത്തിൽ എന്തോ പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിക്ക് മൈക്കിൽ കറണ്ട് കുത്താൻ വേണ്ടിയിട്ട് കറണ്ട് ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ്? കറണ്ട് ഓഫ് ചെയ്തു. തിരിച്ച് ഒരു വാക്ക് പോലും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് ആ പാർട്ടി തന്നെ ചുരുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവരെ ഭയപ്പെട്ട് ഇവരുടെ കീഴിലേക്ക് അകപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായൊരു വിഷയമാണ്. പാർട്ടിക്ക് അതീതമായിട്ട് ചില ആളുകൾ വളരുമ്പോൾ ആ വേരുകൾ വെട്ടിക്കളയേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ഇവരെ മാറ്റി നിർത്തുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് അതിന്റെ
ഒരു കുരുക്ക് കിടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ ഈ പത്മകുമാറിനെ ആണെങ്കിലും ഇവരെ ആണെങ്കിലും ഈ പറഞ്ഞ പല സഖാക്കളെ ആണെങ്കിലും എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നില്ല? ഇവരെ മാറ്റി നിർത്തിയാൽ ഈ പറഞ്ഞ സഖാക്കളെല്ലാം പല അരമന രഹസ്യങ്ങളും പുറത്തു പറയുമെന്നുള്ള ഭയമാണോ? അവിടെ തന്നെയാണ് ഈ ചോദ്യങ്ങളെല്ലാം എത്തി നിൽക്കുന്നത്. അവർ ഈ പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിൽ നടന്ന നെറികേടുകൾ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചെടുത്ത തീരുമാനങ്ങളെല്ലാം പുറത്തു പോകുമോ എന്നുള്ള ഭയമായിരിക്കാം. പല ഈ പറഞ്ഞ കോക്കസ് ഗ്രൂപ്പിൽ തന്നെ നിൽക്കുന്ന പല നേതാക്കളുടെയും അടിവേരിറക്കുന്ന കാര്യങ്ങൾ, ആരോപണങ്ങളെല്ലാം ഇവർ ഉന്നയിച്ചാൽ ആർക്കാണ് പതനം സംഭവിക്കുക? അപ്പോൾ ഈ ഡാമേജിന്റെ ഡെൻസിറ്റി നോക്കിയിട്ട് അതിന്റെ ഡെപ്തും ഗ്രാവിറ്റിയും ഒക്കെ നോക്കി വരുമ്പോൾ ഓക്കെ, അവരിവിടെ നിൽക്കട്ടെ, അതിൽ നിന്നുണ്ടാകുന്ന ഡാമേജ് തന്നെയാണ് ചെറുത് എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുന്നുണ്ടാകും. കൺക്ലൂഡ് ചെയ്യാൻ കഴിയുള്ളൂ. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണത്. കാരണം നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചോരയുടെ രാഷ്ട്രീയമാണ്, അവിടെ വടിവാളിന്റെ രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോഴും ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തിട്ടുള്ള ചില നേതാക്കന്മാർ ഇതിന്റെ പുറകിലുണ്ട്. ആ നേതാക്കന്മാർക്ക് ഒറ്റ വാക്കിലൊന്നും ഇവരെ തള്ളിക്കളയാൻ കഴിയില്ല. പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഇവരെ തള്ളിക്കളയാം. പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് വാളെടുത്ത് പോയ ആളുകളെ എങ്ങനെ തള്ളിക്കളയാൻ കഴിയും പാർട്ടിക്ക്? അതുകൊണ്ടാണ് ഇവരെ എല്ലാം ഇപ്പോഴും സഹിച്ചുകൊണ്ട് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്.